ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിന് കൂടുതൽ തെളിവുകൾ. ഡീറ്റെയിൽ തെളിവുകളടക്കം ലഭിച്ചതോടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പോലീസിന്റെ പരിഗണനയിലാണ്. ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ബോബി ചെമ്മണ്ണൂർ ഇന്ന് തന്നെ ജാമ്യാപേക്ഷയും സമർപ്പിക്കും. വിഷ്ണു സുരേഷ് കൊച്ചി സെൻട്രൽ സ്റ്റേഷന് മുന്നിൽ നിന്ന്, അശ്വിൻ പാലാഴി എറണാകുളം CJM കോടതിക്ക് മുന്നിലുണ്ട്. ആദ്യം ഞാൻ വിഷ്ണുവിലേക്ക് പോവുകയാണ്. വിഷ്ണു, ഈ ഹണി റോസിനെതിരെ ആ വേദിയിൽ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗമല്ലാതെ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷിക്കുകയാണോ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ അടക്കം കസ്റ്റഡിയിലെടുത്ത പശ്ചാത്തലത്തിൽ? വിഷ്ണു, ഹാഷ്മി, ദ്വയാർത്ഥ പ്രയോഗത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ഫോൺ പരിശോധിക്കുന്നത് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അല്പസമയം മുമ്പ് ACP ജയകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ വ്യക്തമാക്കിയത് ബോബി ചെമ്മണ്ണൂർ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് തങ്ങൾക്ക് നിർബന്ധമില്ല. സഹകരിച്ചില്ലെങ്കിലും ബോബിക്കെതിരെയുള്ള പരമാവധി തെളിവുകൾ ഇതിനോടകം തന്നെ ഞങ്ങളുടെ പക്കലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹണി റോസ് തന്നെ കൈമാറിയ വീഡിയോ ക്ലിപ്പും സ്ക്രീൻഷോട്ടുകളുമാണ്. അതിനുശേഷം ഇപ്പോൾ ബോബിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ നിന്നും തെളിവുകൾ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ ഹണി റോസിന്റെ രഹസ്യമൊഴി പോലീസ് കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ബോബിക്കെതിരെ ആഡ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ വിഷയവും ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. കേസ് അങ്ങനെ വിട്ടുകളയാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് ആലോചിക്കുകയാണ്. അതിന് കാരണം ബോബിക്കെതിരെ കൂടുതൽ ഡീറ്റെയിൽ തെളിവുകളടക്കം പോലീസിന് കിട്ടിയ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള പോലീസിന്റെ ആലോചന. ഐഫോൺ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അത് അപ്രതീക്ഷിത നീക്കവുമായിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കുകയാണ്. വേദിയിൽ ഹണി റോസിനെതിരെ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ്. അതിനപ്പുറമുള്ള കുറേയധികം കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരാതിയില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ അതുകൂടി പോലീസ് പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, എപ്പോഴാണ് ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുക? താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു, താൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന വാദം തന്നെയാകുമോ ജാമ്യത്തിന്റെ വാദത്തിനിടയിലും ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെക്കാനിടയുള്ളത്? അശ്വിൻ, തീർച്ചയായും ഹാഷ്മി, അത് തന്നെ കോടതിയിലും ആവർത്തിക്കാനാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂർ തീരുമാനിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം CJM കോടതിയിലേക്ക് വരും. 11 മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. നേരത്തെ പോലീസിന് നൽകിയ മൊഴി തന്നെ കോടതിക്ക് മുന്നിലും ആവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂരുള്ളത്. അതായത് ഈ ദ്വയാർത്ഥ പരാമർശമടക്കം നടത്തിയത് മനഃപൂർവ്വമായിരുന്നില്ല. ഒരു ഇന്റർവ്യൂവിൽ സ്വാഭാവികമായി പറഞ്ഞു പോയത്. അതിന് പിന്നിൽ ദ്വയാർത്ഥ ചിന്തയോ അല്ലെങ്കിൽ നടിയെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യമോ ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ പൊതുവെയും ഒപ്പം ഇന്നലെ പോലീസിന് മുന്നിലും ബോബി ചെമ്മണ്ണൂർ നടത്തിയതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതെല്ലാം കോടതിക്ക് മുന്നിൽ വരുമ്പോൾ ഏതു തരത്തിൽ കോടതി അതിനെ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇത്രത്തോളം പരസ്യമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം എന്നുള്ള നിലയിൽ കോടതി ഇതിൽ എന്ത് നിരീക്ഷണം നടത്തും എന്നടക്കമുള്ള കാര്യങ്ങളും ശ്രദ്ധേയമാണ്. 11 മണിയോടുകൂടി കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കേസ് പരിഗണിക്കും. എന്തായാലും അവസാനവട്ട നടപടികൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നോടിയായുള്ള അവസാനവട്ട നടപടികൾ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള DCP അശ്വതി ജിജി അടക്കം അല്പസമയത്തിനുള്ളിൽ DCP ഓഫീസിൽ നിന്ന് ഈ ജില്ലാ കോടതിയിലേക്ക് എത്തും. എന്തായാലും ഇതിന് പുറമെ പോലീസ് കോടതിക്ക് മുന്നിൽ വെക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തുടർച്ചയായി ഇങ്ങനെ ദ്വയാർത്ഥ പരാമർശങ്ങൾ നടത്തി വരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ പോലീസ് റിപ്പോർട്ടായി വെക്കുകയും ചെയ്യും. അതിന് ഉതകുന്ന തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ചാനലിൽ ഇദ്ദേഹം നടത്തിയ ആ പരാമർശം ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ, ഒപ്പം ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത അവതാരക അടക്കമുള്ള ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും അതൊക്കെ തെളിവായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കമാണ് ഇന്ന് കോടതിക്ക് മുന്നിൽ വരുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നുള്ളതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാവി എന്താകും ഈ കേസിൽ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഹാഷ്മി. ഓക്കെ അശ്വിൻ, വിഷ്ണു സുരേഷ് കൂടി തുടരുന്നുണ്ട്. വിഷ്ണു, ഈ 4 മാസം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിൽ പൊരുത്തക്കേടുണ്ട് എന്നടക്കമുള്ളതായിരുന്നു ബോബിയുടെ മൊഴി. താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. അതുതന്നെ കോടതിയിലും ആ വാദം ഉന്നയിക്കാനിടയുണ്ട്. വിഷ്ണു, ഇതിപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ ക്വിക്ക് ആക്ഷൻ എടുത്ത പോലീസിന് ബോബിക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നത് നാണക്കേടാകും. അപ്പോൾ അതിനെ ചെറുക്കാൻ പോലീസിന്റെ ആലോചനകൾ എന്തൊക്കെയാണ് വിഷ്ണു?
ഹാഷ്മി, അതിനെ ഉറപ്പായും ചെറുക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പരാമർശമായി നമ്മൾ മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ സ്ഥിരമായി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മറ്റുള്ളവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകളാണ് എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പോലീസ് ശ്രമിക്കും. അതിന് പ്രധാനമായും ഈ ഹണി റോസിന്റെ വിഷയം മാത്രമല്ല, ബോബി കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ അത്തരം അവതാരകർക്കെതിരെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ആ വീഡിയോ ക്ലിപ്പുകൾ അടക്കം ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട തെളിവായി പോലീസ് പറയുക, ഇയാൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് കോടതിയെ ധരിപ്പിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ രഹസ്യമൊഴിയുടെ ഒരു ഗുരുതര സ്വഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിൽ വരും. അങ്ങനെ പരമാവധി ബോബിയെ പൂട്ടുക എന്നുള്ള നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഷാജി എന്നൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കോടതിയിൽ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ കോടതി അയാൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അത് ഈ ഘട്ടത്തിൽ പരിഗണന ബോബിക്കും ലഭിക്കുമെന്ന് അഭിഭാഷകർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പരമാവധി തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്, പ്രോസിക്യൂഷൻ അടക്കം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിലൊരു റിക്കവറിയുടെ സാധ്യതയില്ല. അപ്പോൾ ഈ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ആവശ്യം എന്ത് എന്നൊരു ചോദ്യം ഉറപ്പായും പ്രതിഭാഗത്തിൽ നിന്ന് ഉണ്ടാകും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയി കാണുകയും ചെയ്യുന്നുണ്ട്. അത് കോടതിയിലടക്കം ഉന്നയിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനവും. അങ്ങനെ വാദങ്ങളാണ് പ്രതിഭാഗം പ്രതീക്ഷിക്കുന്നത്. അതുവഴി ജാമ്യം ലഭ്യമാകുമെന്ന ഒരു പ്രതീക്ഷയും അവർക്കുണ്ട്. ഇത് ജാമ്യം ലഭ്യമായാലും അതല്ലെങ്കിൽ ഈ ശിക്ഷാ നടപടികളൊക്കെ മുന്നോട്ട് പോയാലും ഇതിലൊരു കൃത്യമായ മെസ്സേജ് കേരള പോലീസ് ഇന്നലത്തോടുകൂടി നൽകി കഴിഞ്ഞു. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ തുടർ കേസുകൾ, അതായത് ഇത്തരത്തിൽ സൈബർ ലിഞ്ചിങ് ഒക്കെ നടക്കുന്ന കേസുകൾക്ക് ഈ ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട കേസ് ഒരു ലാൻഡ്മാർക്കായി അല്ലെങ്കിൽ ഒരു മാർഗദർശിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷ്, അശ്വിൻ ബാലാഴിയുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ജാമ്യം കിട്ടി പുറത്തു പോകാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുമ്പോൾ ഏതുവിധേനയും ബോബിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ പോലീസും ശ്രമിക്കുന്നു. നമുക്കത് കാത്തിരുന്ന് കാണാം.